നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊട്ടതെല്ലാം പിഴച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തെയും ഈ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. എല്ലാം LDF പരിഹരിക്കും എന്ന മുദ്രാവാക്യം പിഴച്ചുവെന്നാണ് പാർട്ടി കണ്ടെത്തൽ. ഇത് ഒരു മിഥ്യാബോധം സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നാണ് പാർട്ടി റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചില്ല. ഇത് ദോഷം ചെയ്തു. നവ ലിബറൽ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രചാരണമില്ലാതെ വികസനക്ഷേമ നയ സമീപനങ്ങൾ മുന്നോട്ട് വച്ചാൽ ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കേന്ദ്ര കമ്മിറ്റി രേഖ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള സമീപനം രാഷ്ട്രീയ ചർച്ചയാക്കാതിരുന്നത് ശരിയായില്ല. കേന്ദ്ര വിവേചനമുണ്ടായിട്ടും ഇത് ജനങ്ങൾക്കിടയിൽ ശക്തമാക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. പ്രചാരണം ഒരു വ്യക്തിക്ക് ചുറ്റും കറങ്ങുന്ന പ്രതീതിയുണ്ടായി. പിണറായി വിജയന് ചുറ്റും പ്രചാരണം കേന്ദ്രീകരിച്ചത് തിരിച്ചടിയായി. ഇത് അദ്ദേഹത്തിനെതിരെ സംഘടിത ആക്രമണം അഴിച്ചുവിടാൻ UDFന് അവസരം നൽകി. തെരഞ്ഞെടുപ്പിൽ UDF ഇത് വിനിയോഗിക്കുകയും ചെയ്തു. KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇത് UDF രാഷ്ട്രീയ ആയുധമാക്കി. കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു. ഇത് സംസ്ഥാനത്താകെ പ്രതിഫലിക്കുകയും ചെയ്തു. തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ വിമതർ പാർട്ടി സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ചതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. പാർട്ടി രേഖ ആവശ്യപ്പെടുന്നു. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ 2 മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ആരുമുണ്ടായിരുന്നില്ല. പൊതുവായ പ്രതികരണങ്ങളിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പിഴച്ചു. ഇത് ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ ആയുധമാക്കി. പല പാർട്ടി മന്ത്രിമാരും ജനങ്ങളിൽ നിന്നും അകന്നു. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യവും അഴിമതിയും സ്വജനപക്ഷപാതവും ജനങ്ങളെ പാർട്ടിക്കെതിരായി തിരിക്കാൻ കാരണമായി. അവലോകന രേഖ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ വലിയ അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ സെപ്റ്റംബറിൽ CPM വിശാല സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ മുകളിലേക്കുള്ള നേതാക്കൾ ഈ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം സമഗ്ര മാറ്റം പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് സൂചന.